ഒരു വട്ടം കൂടി ഇത് വായിക്കാണ്. ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ ചെറിയവരാണ്, നിങ്ങളത്ര വിവരമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ഇത് വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ തിരുത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ സംഭവിച്ച വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ അപ്പൊ എഴുതിയതിൽ ചെറിയ പിശക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി വായിക്കാണ്. ശിർക്കിനെ കുറിച്ചും ഇസ്തിഗാസയെ കുറിച്ചും ധാരാളം ചർച്ചകളും സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മൗലിദ് ആചരിക്കലും അനുഷ്ഠിക്കലും ഇസ്ലാമികമാണോ, അതിൽ പുണ്യമുണ്ടോ, സുന്നത്തുണ്ടോ, ഉണ്ടെങ്കിൽ സുന്നി വിഭാഗം പ്രാമാണികമായി തെളിയിക്കുക. മൗലിദ് പാരായണം ചെയ്യലും ആചരിക്കലും ബിദ്അത്തും ശിർക്കും ആണ് എന്ന് മുജാഹിദി വിഭാഗം പറയുന്നു. ഇത് മുജാഹിദി വിഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ഞങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ സംവാദം വെക്കാൻ ആഗ്രഹിക്കുന്നത്. ബിദ്അത്തും ശിർക്കും ആണ് എങ്കിൽ മുജാഹിദി വിഭാഗം പ്രാമാണികമായി തെളിയിക്കുക. ഇതിന് ഇരു വിഭാഗവും തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അതല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരുടെ വിശദീകരണം കേട്ടല്ലോ. ഇത് പറയാനുള്ളത് ഈ ശിർക്ക്, നിങ്ങളെ ബിദ്അത്തും എങ്ങനെ വാചകം കൂടെ ബിദ്അത്തും ശിർക്കുമാവുന്നു അല്ലെ? അതിൽ ശിർക്കും ഉണ്ട് എന്നാക്കിയാൽ കഴിഞ്ഞു. ശിർക്കും ഉണ്ട്, ബിദ്അത്താണ്, ശിർക്കുമുണ്ട് എന്നാക്കിയാൽ ഞങ്ങൾ ഓക്കെ. ഇവിടെ മുസ്ലിം ഐക്യവേദി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഉസ്താദ് പറഞ്ഞ അന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ മൗലൂദ് ഓതുന്നത് അത് ശിർക്കാണ് എന്നാണ്. ആ വിഷയം ഞങ്ങൾ ഇവിടെ എഴുതിയതിലും ചെറിയ പിശക് വന്നു എന്നുള്ളൂ. അതിന് സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതിൽ തന്നെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ നിലക്ക് നിങ്ങൾ നൽകിയ ഓരോ സംഗതി ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പൊ ഞങ്ങളുടെ വാദങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് എഴുതി തന്നു. ഓരോന്നും ഞങ്ങൾ എഴുതി തന്നു. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ നിലക്ക് നിങ്ങൾ ആദ്യം എഴുതി, പക്ഷെ അവരുടെ അഭിപ്രായം മാനിച്ച് നിങ്ങൾ തിരുത്തി. പക്ഷെ ഏതായിരുന്നാലും നമുക്ക് വിരോധമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ എന്താണ് വിഷയം ഞങ്ങൾ പറയാനുള്ളത്, ഞങ്ങൾ പറഞ്ഞതും പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ബിദ്അത്താണ്, ശിർക്കുള്ളതിലുണ്ട്. അതായത് കഴിഞ്ഞു, ഞങ്ങൾ റെഡി ആയി തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ ആക്കിയാൽ കഴിഞ്ഞു. ഞങ്ങൾ ഐക്യവേദിയുടെ ഐക്യവേദി ഞങ്ങളോട് നിർദ്ദേശിച്ചതനുസരിച്ച് ഈ വാദത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ്. ഞങ്ങൾ ഒന്നാമത് തന്നെ പറയുന്നത്, കഴിഞ്ഞ നമ്മുടെ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ നിങ്ങൾ പ്രധാനമായി ഈ പ്രാവശ്യവും വന്നപ്പോൾ ചർച്ചയിൽ ഊന്നി പറഞ്ഞത് മൗലിദ് പാരായണം ചെയ്യുക എന്നത് മാത്രമാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പൊ മൗലിദ് ഞാൻ പറഞ്ഞു കേട്ടില്ല. മൗലിദ് പാരായണം ചെയ്യുക എന്നത് ശിർക്കും കുഫറുമാകുന്നു എന്ന നിങ്ങൾ എഴുതിയ ആ വാദം ഞങ്ങളത് അംഗീകരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞതിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ 100% ഈ വാദപ്രതിവാദം നടക്കണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അതോടൊപ്പം അതിൽ ശിർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചർച്ചയല്ല. കാരണം മൗലിദ് പാരായണം ചെയ്യുക, ഇതാണ് നമ്മുടെ വിഷയം. മൗലിദിന്റെ ഉള്ളിൽ ശിർക്കുണ്ടോ ഇല്ലേ, അത് വിഷയം വേറൊന്നാണ്. അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം. ഞങ്ങൾ അംഗീകരിക്കുന്ന ഒറ്റ മൗലിദിനും ഒരൊറ്റ ശിർക്കും പോയിട്ട് ഒരു കറാഹത്ത് പോലും ഇല്ല എന്നത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, വിഷയങ്ങൾ പറയുന്നത് വളരെ വളരെ പ്രസക്തമായ രൂപത്തിലും യാഥാർത്ഥ്യത്തോട് നിരക്കുന്ന രൂപത്തിലും ആയിരിക്കണം. ഇവിടെ മറുപടി കിട്ടിയതാണ്. മഹാന്മാരുടെയോ അല്ലാത്തവരുടെയോ ജന്മദിനത്തോടനുബന്ധിച്ചും അല്ലാതെയും ദീനിൽ പുണ്യകർമ്മം എന്ന നിലക്കും പ്രതിഫലം പ്രതീക്ഷിച്ചും ആപത്തുകൾ തടുക്കാനും ഗുണം കിട്ടാനുമായി നാട്ടിൽ നടന്നു വരുന്ന മൗലിദുകൾ പാരായണം ചെയ്യുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്ക് ഉള്ളതും ഉണ്ട്. ഇത് തെളിയിക്കാൻ മുജാഹിദ് പക്ഷം തയ്യാറാണ്. ഇത് സംബന്ധിച്ച് സംവാദം നടത്താൻ വ്യവസ്ഥ തയ്യാറാക്കുന്നതിനും ഞങ്ങൾ ഒരുക്കമാണ്. അല്ലേ ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് രണ്ടു കൂട്ടർ വാദം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പറഞ്ഞു റെഡിയാണ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ വിഷയത്തിൽ 10,000 കുതിര ശക്തിയോടെ തയ്യാറാണ്.
ഒരു കുഴപ്പമില്ല. ആ പറഞ്ഞത് അതിലെ എഴുതി ചേർക്കണം എന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ വാദം മാത്രമേ ഞാൻ പറയുന്നില്ലേ, ഞങ്ങളുടെ വാദം മാത്രമേ 1ാം സെഷനിൽ എഴുതിയിട്ടുള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ എനിക്കറിയില്ല. 1ാം സെഷനിൽ ഒരു വാദം എഴുതിയിട്ടുള്ളൂ. വാദപ്രതിവാദല്ലേ, അപ്പൊ ഓല വാദവും കൂടി എഴുതണം. അയാൾ പറഞ്ഞത് അത് എഴുതണം എന്ന്, അതാ ഞങ്ങൾ ഈ പറയുന്നത്. ഞാൻ 2ാം സെഷനിലുള്ളതേ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളൂ. എന്താ കേട്ടത്? ഞാൻ പറഞ്ഞ മനസ്സിലാക്കും. ഞാൻ മനസ്സിലുണ്ടോ? ഇപ്പൊ മുനീർ മൗലവി അത് ചെയ്യാറാണെന്ന് അതാണ്ട് പച്ച മലയാളത്തിൽ ശുർക്കും കുഫറും ആകുന്നു എന്ന് പറയുന്ന വാദമുണ്ടല്ലോ, എഴുതട്ടെ. അത് എഴുതാൻ അതല്ലേ കുതിരശക്തി വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കേണ്ടോട് തെളിയിക്കണമല്ലോ. എഴുതേണ്ട അടുത്ത് എഴുതണം. കുതിരശക്തി എന്ന് പറയുന്നല്ലോ. ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലായ 2 കാര്യങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു. ആയതിനാൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദ്യം വായിച്ചത് തെളിയിപ്പിക്കേണ്ട ബാധ്യത സുന്നി വിഭാഗത്തിനും, രണ്ടാമത് അവതരിപ്പിച്ച് തെളിയിക്കേണ്ട ബാധ്യത 2ാം മുജാഹിദ് വിഭാഗത്തിനുമാണ്. അത് 2 വിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് യാതൊരു ചർച്ചയും ഇല്ല. ഹലോ, ഇവിടെ അവതരിപ്പിച്ച വിഷയം സുന്നി വിഭാഗം വാദിച്ചതാണ് ഇവിടെ വായിച്ചത്. അത് നമ്മള് രേഖാമൂലം എഴുതി വെക്കണം എന്നാ അവര് പറയണത്. അത് നമ്മുടെ വ്യവസ്ഥക്കുള്ളതല്ല, നമ്മുടെ വ്യവസ്ഥ തന്നെയല്ലേ വിഷയം ഇപ്പൊ പറഞ്ഞ വിഷയം. നിങ്ങളുടെ വാദം എന്താണ് അതിനെ കുറിച്ച് രേഖാമൂലം എഴുതണം, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഓ വ്യവസ്ഥ എഴുതുമ്പോ നമ്മൾ തീർച്ചയായിട്ടും എഴുതണമല്ലോ. ഇതിനൊരു മറു ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അത് എഴുതണം എന്നേ പറഞ്ഞുള്ളൂ. പ്രശ്നം തീർന്നില്ലേ? വ്യവസ്ഥ ഒന്നാം സെഷനിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ശിർക്കും ബിദ്അത്തും ഇല്ലാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യൽ ശിർക്കും കുഫറുമാണെന്നും അത് ഓതുന്നവൻ കാഫിറാണെന്നും മുജാഹിദുകൾ എഴുതിയത് തെളിയിക്കാൻ സുന്നികൾ ഒരുക്കമാണ്. മുജാഹിദ് വാദം. സുന്നികൾ എഴുതിയ വാദം സത്യവിരുദ്ധവും അവാസ്തവവുമാണ്. ശിർക്കും കുഫറും ഉൾക്കൊള്ളാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യുന്നത് ശിർക്കും കുഫറുമാണെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പുണ്യകാര്യമാണെന്ന നിലക്ക് മൗലിദ് പാരായണം ചെയ്യുന്നത് വിദ്യത്താവും. സുന്നികൾ എഴുതിയ വാദം സത്യവിരുദ്ധവും അവാസ്തവവുമാണ്. ശിർക്കും കുഫറും ഉൾക്കൊള്ളാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യുന്നത് ശിർക്കും കുഫറുമാണെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പുണ്യകാര്യമാണെന്ന നിലക്ക് മൗലീദ് പാരായണം ചെയ്യുന്നത് ബിദ്അത്താവും. 2ാമത്തെ സെഷനിലെ മുജാഹിദ് വാദം. മഹാന്മാരുടെയോ അല്ലാത്തവരുടെയോ ജന്മദിനത്തോടനുബന്ധിച്ചും അല്ലാതെയും ദീനിൽ പുണ്യകർമ്മം എന്ന നിലക്കും പ്രതിഫലം പ്രതീക്ഷിച്ചും ആപത്തുകൾ തടുക്കാനും ഗുണം കിട്ടാനുമായി നാട്ടിൽ നടന്നു വരുന്ന മൗലിദുകൾ പാരായണം ചെയ്യുന്നത് ബിദ്അത്താണ്. അവയിൽ ശിർക്ക് ഉള്ളതും ഉണ്ട്. സുന്നിവാദം. 2ാം സെഷനിലെ മറുപടി. അംഗീകൃത മൗലിദുകൾ പാരായണം ചെയ്യൽ അനാചാരമാണെന്ന മുജാഹിദ് വാദം ശരിയല്ല. അവ ശിർക്കുമല്ല. ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താണ്? വ്യവസ്ഥ എഴുതല്. അത് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. 2 വിഭാഗത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഒരു വിഭാഗത്തോട് മാത്രം 2 വിഭാഗത്തോടു കൂടി ചോദിക്കുന്നത്.
വിഷയം നമുക്ക് വാദങ്ങളും പ്രതിവാദങ്ങളും കിട്ടി. ഇനി അതിനെ കുറിച്ചുള്ള വ്യവസ്ഥ പെട്ടെന്ന് എഴുതുക. നമുക്ക് അനുവദിച്ച് കിട്ടിയ സമയം തീരാറായി. ആ വ്യവസ്ഥ ഇതില് വാദ എഴുതിയില് 2 വിഭാഗം ആളുകളും പേരെഴുതി അവരവർ വഹിക്കുന്ന സ്ഥാനം എഴുതി ഒപ്പിടുക. 2 പേപ്പറും. അനുമതി വരാം. ഓക്കെ. മുജാഹിദ് വാദത്തിന് എതിര് തന്ന വാദം മുസ്ലിം ഐക്യവേദിക്ക് അത്ര സ്വീകാര്യമായിട്ടില്ല. കാരണം അവരുടെ വാദം മഹാന്മാരുടെയോ അല്ലാത്തവരുടെയോ ജന്മദിനത്തോടനുബന്ധിച്ചും അല്ലാതെയും ദീനിൽ പുണ്യകർമ്മം എന്ന നിലക്കും പ്രതിഫലം പ്രതീക്ഷിച്ചും ആപത്തുകൾ തടുക്കാനും ഗുണം കിട്ടാനുമായി നാട്ടിൽ നടന്നു വരുന്ന മൗലിദുകൾ പാരായണം ചെയ്യുന്നത് ബിദ്അത്താണ്, അവയിൽ ശിർക്ക് ഉള്ളതും ഉണ്ട്. അതിന് സുന്നിവാദം മറുപടി തന്നത്, അംഗീകൃത മൗലിദുകൾ പാരായണം ചെയ്യൽ അനാചാരമാണെന്ന മുജാഹിദ് വാദം ശരിയല്ല, അവ ശിർക്കുമല്ല. ഞങ്ങളുടെ പ്രതീക്ഷ മഹാന്മാരുടെയോ അല്ലാത്തവരുടെയോ ജന്മദിനത്തോടനുബന്ധിച്ചും അല്ലാതെയും
ദീനിൽ പുണ്യകർമ്മം എന്ന നിലക്കും പ്രതിഫലം പ്രതീക്ഷിച്ചും ആപത്തുകൾ തടുക്കാനും ഗുണം കിട്ടാനുമായി നാട്ടിൽ നടന്നു വരുന്ന മൗലിദുകൾ പാരായണം ചെയ്യുന്നത് ബിദ്അത്താണ്. ആണോ? അല്ലേ? ബിദ്അത്താണ് എന്ന് അവയിൽ ശിർക്കുള്ളതുമുണ്ട്. ആ ബിദ്അത്താണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായ ഉസ്താദന്മാർക്ക് ഇതിന്റെ മുന്നത്തെ ഒരു വാദം വായിക്കാം. സുന്നിവാദം: ശിർക്കും ബിദ്അത്തും ഇല്ലാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യൽ ശിർക്കും കുഫറുമാണെന്നും അത് ഓതുന്നവൻ കാഫിറാണെന്നും മുജാഹിദുകൾ എഴുതിയത് തെളിയിക്കാൻ സുന്നികൾ ഒരുക്കമാണ്. അതിന് പ്രതിവാദമാണ്: സുന്നികൾ എഴുതിയ വാദം സത്യവിരുദ്ധവും അവാസ്തവവുമാണ്. ശിർക്കും കുഫറും ഉൾക്കൊള്ളാത്ത മൗലിദുകൾ തന്നെ പാരായണം ചെയ്യുന്നത് ശിർക്കും കുഫറുമാണെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പുണ്യകാര്യം എന്ന നിലക്ക് മൗലിദ് പാരായണം ചെയ്യുന്നത് ബിദ്അത്താവും. ഇതുപോലൊരു മറുപടിയാണ് ഉസ്താദ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വിശദീകരിച്ചെഴുതാം, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ചെഴുതി. ഹലോ, ഒരു മിനിറ്റ് ഉസ്താദ്, ഒരു മിനിറ്റ്. ഇവിടെ സുന്നി പക്ഷം അംഗീകരിക്കുന്ന മൗലൂദുകൾ ഏതാണെന്ന് മുസ്ലിം ഐക്യവേദിക്ക് എഴുതി തരാം. എന്നിട്ട് ആ മൗലീദിന് അതിന് മറുപടിയായി മുജാഹിദീർക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ഈ വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാം. സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇന്നല്ല നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല. മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഉണ്ടാവും ചെയ്യാമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കൾ എഴുതിയതിന് ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ വിഡിത്താണ്. അതാണ് ഞങ്ങൾ തിരിയണ പോലത്തിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് ഏതാനും ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാറ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ ഞങ്ങൾ പറയും. അല്ലെങ്കിൽ അത് വാദപ്രതിവാദത്തിൽ വെച്ച് ചോദിക്കും, പറയും. അതാണ് ബെസ്റ്റ്. അതൊക്കെ പറയാം. ഇവിടെ പറയണം എന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കായ മൗലിദുകളുണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഈ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന 3 മൗലിദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകളും മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നത് തന്നെ അപ്രായോഗികമാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് ചെയ്യുന്ന എത്ര ഇമാമുകൾ, ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ? അതെല്ലാം കൂടി ലിസ്റ്റാക്കുന്നത് പറഞ്ഞാൽ പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതി തരുമെന്ന് പറഞ്ഞാൽ വിട്ടിത്തണത്. അതാ ചോദ്യം അപ്രസക്തമാണ്. അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വാദപ്രയോഗം ചെയ്യാൻ റെഡിയാണ്. ഇനി അങ്ങനെയല്ല, അംഗീകരണ മൗലികൾ മൊത്തത്തിൽ എഴുതുകയാണെങ്കിൽ അതിനും റെഡിയാണ്. ഇത് രണ്ടും ഞങ്ങളുടെ വാദം തന്നെയാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി വാദപ്രയോഗം ചെയ്യാൻ 100% റെഡിയാണ്. പിന്നെ അംഗീകാരമുള്ള മൗലൂദുകൾ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കടലാസ് കൊടുത്തത്. എന്നിട്ട് അതിന്റെ 2 3 മാത്രം എഴുതി നിർത്തി. അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ എല്ലാ മൗലൂദുകളും ബിദ്അത്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലെങ്കിൽ അല്ലാന്ന് അവരോട് പറഞ്ഞാൽ വിഷയം കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അംഗീകാരമുള്ള ഇനി ലക്ഷക്കണക്കിനുണ്ട് എന്ന് പറയുകയും അത് ഏതൊക്കെയെന്ന് പറയാതിരിക്കുകയും ചെയ്താൽ തന്നെ അതിൽ ചെറിയൊരു കബളിപ്പിക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അംഗീകരിക്കുന്ന
മൗലൂദുകൾ ഏതൊക്കെ എന്ന ഒരു ലിസ്റ്റ് പറയേണ്ട വേണം. ഇന്ന് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എഴുതി തന്നാലും മതിയല്ലോ. എന്നിട്ട് ആ മൗലൂദുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ആ മൗലൂദുകളൊക്കെ വിദഗ്ധത്താണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമാണ്, തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൗലൂദ് മാത്രം വെച്ചിട്ട് അതിനെ പറ്റി മാത്രം ചർച്ച ആക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന്റെ ഒക്കെ മർമ്മം പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ വല്ലപ്പോഴും ഉണ്ടായിട്ടുള്ള ചർച്ചയും തർക്കവും എന്താന്ന് വെച്ചാൽ മൗലൂദുകൾ നടക്കണോ നാട്ടില്. ആ മൗലൂദുകളൊക്കെ പുണ്യകരാണോ ശരിയാണോ ശരിയല്ലേ എന്ന് തീരുമാനിക്കാനാണല്ലോ. അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം. ഞങ്ങൾ അതേക്കുറിച്ച് ഞാൻ പ്രതികരിക്കാം. പറയാം അതിലുണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞോട്ടെ, ബാക്കിയുള്ള പറ്റാകാലോ. സെബീനയിലുള്ളതാണ്. സെബീന എന്ന് പറയുന്നത് 66 വക, 77 വക, 101 വക, 202 വക, 222 വക, 333 വക, 444 വക, അങ്ങനെ വകകൾ 1111 വക, 2222 വക. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടില്ലേ, അതൊക്കെ പാടെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല. ഇടപെടരുത്, ഞാൻ പറയണ ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഇടപെടരുത്. അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല, തീർത്തു പറയുന്നു. ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ്, ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അതിശയോക്തിയുള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല. ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലിദുകൾ അത് ബല അച്ചടിച്ചു വിടുന്ന സമിതിയിൽ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും. ഞങ്ങൾക്ക് അംഗീകാരമല്ല. ഒന്ന് സെബീനന്റെ നമുക്കറിയാലോ, ഇവിടുത്തെ സെബീനിലുള്ളതല്ല വേറെ ഉള്ളിടത്തുള്ളത്, കേരളത്തിലുള്ളതല്ല തമിഴ്നാട്ടിലുണ്ട്, അവിടെ ഉള്ളതല്ല കർണാടകത്തിലുണ്ടാകുക, അവിടെ ഉള്ളതല്ല അപ്പുറത്തുണ്ടാകുക. അതെല്ലാം കൂടി സെബീനുള്ളത് അത് ഏത് സെബീന? അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ അത് 1000-10,000 കണക്കിന് മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി രേഖയാക്കണം, ഇന്ന് രേഖ മറ്റൊന്ന് രേഖയാക്കുക എന്നാണ്, അതൊന്നും അപ്രായോഗികമാണ്. ലോകത്തുള്ള 10,000 കണക്കിന് ലക്ഷക്കണക്കിന് മൗലിദിന്റെ ഏടുകളെല്ലാം കൂടി ഇവിടെ പേരെഴുതുന്നതാണ് അപ്രായോഗികമാണ്. ചിന്താശൂന്യത കൊണ്ടാണ്, പ്രായവും വയസ്സും ആയതുകൊണ്ട് കാര്യമായില്ല. ഇത് ചിന്തിക്കാനുള്ള കുറച്ച് തന്റേടം വേണം, അത് ഉറപ്പന്നെയാണ്. ഈ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് കോപ്പി എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളത് പ്രായോഗികമാണോ പറയുന്നത്? എന്തായാലും നമുക്ക് തിരിയുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ജാതി വിട്ടിത്തൊന്നും പറയരുത്. നിങ്ങൾ അബ്ദുള്ള സുലമിയുടെ പ്രായവും വയസ്സും നിരയും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് പേരിൽ പറയരുത് എന്ന് കൂടി ഓർമ്മ. എന്റെ പ്രായം മാനിച്ചതിന് നന്ദി. ഏതായിരുന്നാലും മൗലൂദ് ഒക്കൽ അംഗീകരിക്കൂല, നാട്ടിൽ പലതുണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വക ആയിക്കോട്ടെ, അല്ലെങ്കിൽ 33 വക ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സെബീനയുടെ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിന് മുഴുവൻ പറയേണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെബീന 66 വകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സെബീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് തന്നാൽ മതി. വ്യക്ത അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. ഞാൻ അവരായിരുന്നു പിന്മാറേണ്ടത് പിന്മാറേണ്ടി ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് 66 വക നിന്ന് പല ജാതി 66 വക ഉണ്ട്. ഇല്ലാതെ പറയാൻ തെളിയിക്കും. 66 വക പല ജാതി 66 വകയുണ്ട് ഇവിടെ. ആ 66 വക ഞങ്ങൾ അംഗീകരിക്കേണ്ട നടക്കൂല. അതുകൊണ്ട് തന്നെ കൃത്യതയാകുന്നില്ല.
ഞങ്ങളിതാ നേരത്തെ പറഞ്ഞു വളയം ഇല്ലാതെ ചാടുക, വളയത്തിലൂടെ തന്നെ ചാടാനാണ് ഞങ്ങൾ എഴുതി തന്നത്. 3 വ്യക്തമായ വളയ. ഒന്ന് ഷർഫല്ലന ഒരു വളയാണ്, മങ്കൂസ് ഒരു വളയാണ്, ബർസഞ്ചി വേറൊരു വളയാണ്, കൃത്യമായി എഴുതി തന്നിരിക്കുന്നു. ആ 3 കുറിച്ച് വാദപ്രതിവാദം ചെയ്യാങ്ങളുണ്ടോ? അത് കഴിഞ്ഞിട്ട് 2-ാം ദിവസം നമുക്ക് വേറെയുള്ള 3 അങ്ങനെ 3 വോട്ടാണ് എല്ലാം വാദപ്രതിവാദം ചെയ്യാം. എന്താ അത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഐക്യവേദികൾ സംഘടിപ്പിച്ചത്, നിങ്ങളുടെ വീട്ടില് സെബീനുണ്ടാവും ഏതെങ്കിലും വക വളരെ പോയിന് ഓക്കെ എങ്കിൽ ആ സെബീൻ എടുത്തിട്ട് അതിൽ അവർ അലവി സഖാഫി ആരായാലും അംഗീകരിക്കുന്നത് ഏത് അംഗീകരിക്കാത്തത് പറയട്ടെ അവര്. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എല്ലാം A to Z അത് എല്ലാം ഈ പറഞ്ഞ പോലെ പുണ്യം പ്രവൃത്തി ചെയ്യുമ്പോൾ തെറ്റാണ്, വിദഗ്ധാണ് ഉറച്ചുറച്ച് പറയുന്നു. എങ്കിൽ അവര് അതിൽ അംഗീകരിക്കുന്നത് ഏത് അംഗീകരിക്കാത്തതെന്ന് പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. ഏതായിരുന്നാലും ഇപ്പോ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന സബീനയിലെ പല ഭാഗങ്ങളും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളിടത്തെത്തി വല്ലപ്പുഴയുടെ പരിപാടി അതിന്റെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ബോധ്യമാവുകയാണ്. എന്തുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നു, ഇവിടെ അപ്പുറം നമ്മുടെ പല സഹോദരങ്ങളുടെയും വീട്ടിലുള്ള ആ സബീനയുടെ ആ ഏട്ടിലുള്ള പല മൗലിദുകളും ഒഴിവാക്കേണ്ടി വരുമെന്ന നിലക്ക് തന്നെയാണ് മറുപക്ഷത്ത് സംസാരിച്ച അലവി മുസ്ലിയാര് സംസാരിച്ചിട്ടുള്ളത് എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വല്ലപ്പോഴും പല സ്ഥലങ്ങളിലും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുകയില്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ആ ജാതി പടവക്കാണ് നിർത്തിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അലവി സഖാഫി ആയാലും ഞങ്ങൾ ആരായാലും ഏത് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ ഞങ്ങളത് പറയുന്നുണ്ട്. ഏതെങ്കിലും ഏടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സബീനയിൽ ഉള്ളതെല്ലാം അംഗീകരിക്കുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്നാലല്ലേ നിങ്ങൾ വിജയാഘോഷിക്കുന്നതിന് അർത്ഥമുള്ളൂ. ഒരൊറ്റ സദസ്സ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഏത് സബീനയിലുള്ളത് മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ സബീനയിൽ അടിച്ചുവിട്ടതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? അത് ചൂണ്ടിക്കാണിക്കണം നിങ്ങൾ. ഞങ്ങൾ വിജയാഘോഷിക്കൽ പിന്നെ ഞങ്ങളെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ടാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ സ്റ്റേജുകളിലും പറയും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ എന്നാ പറയുന്നത്. അത് വളരെ കൃത്യമാണ്. അതില് വ്യക്തമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാത്തത് സബീനയിൽ മുജാഹിദ് ബസ്സിൽ കൂട്ടിയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല എന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ആളുകളാണ്. ഇതിന് വിജയാഘോഷിക്കാം. അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലുള്ള സെബീനുണ്ട്, അതൊക്കെ സത്യമാണ് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്. ഇതുപോലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത്. എങ്കിൽ ഇപ്പോഴെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ഒരുപക്ഷെ CD പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി, സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ ഇവർ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലിദികളിൽ അതിൽ അബദ്ധങ്ങളുണ്ട്, തെറ്റാണ്, ബിദ്അത്തുണ്ട്, പലരും ശിർക്കുണ്ട്. എന്റെ ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കുള്ള ചർച്ചയ്ക്ക് വരാൻ അതേ തയ്യാറാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ മുജാഹിദുകളുടെ മുഖാമുഖം ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഞാൻ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകൾ, ഐക്യവേദിയുടെ ആളുകള്, നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മുനീർ മദനി വളരെ വികാരഭരിതനായി ഇത് ഇവിടെ പ്രസ്താവിക്കേണ്ടതില്ല. ഞാൻ വല്ലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോ നൂറുകണക്കിനായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞതാ. എന്നിട്ട് നിങ്ങളെ വകയായിട്ട് ഇവിടെ വെച്ച് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ആ പൂതി മനസ്സിലവിടെ വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സർവ്വ സീഡികളിലും പ്രസംഗങ്ങളിലും ഞങ്ങൾ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങൾ എല്ലാ മൗലിദിന്റെ ഏടിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് കരുതണ്ട. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 1000 കുതിരശക്തിയോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളത് ബാധിച്ചിട്ടില്ല. ചോദിച്ചോട്ടെ, നിങ്ങൾ കൊണ്ടുപോകുന്ന ഇമാമുകളുടെ കിതാബിൽ ആ കിതാബിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അതൊന്ന് പറയട്ടെ. അത് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ കിതാബുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്? വെറുതെ വിട്ടിത്തം പറയാൻ നിൽക്കരുത് മൗലവി. ഇത് മുഖാമുഖം ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പറയുകയല്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട. ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളെ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. അത് മുനീർ മദനിയുടെയോ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലവിമാരുടെയോ
വിജയാഹ്ലാദമായി, വിജയാഘോഷമായി അത് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെട്ട ഓർമ്മപ്പെടുത്തുകയാണ്. മങ്കൂസ് മൗലിദിൽ നമുക്കറിയാലോ, സ്റ്റേജ് കിട്ടിയ മുനീർ മൗലിദൊക്കെ പാടി പറഞ്ഞ് ആകെ, ഞാൻ പറയുന്നില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആ പറയുന്ന വരികളൊക്കെ മങ്കൂസ് മൗലിദിൽ ഉണ്ടല്ലോ മൗലവി. പിന്നെ എന്താണ് അത് വാദപ്രതിവാദം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പടി? എന്താ അതിലേക്ക് മുന്നോട്ട് വരാത്തത്? യാ സയ്യിദി യാ റസൂലല്ലാഹ് പോലത്തെ പരാമർശമുള്ള ശറഫൽ അനാം മൗലിദ് ഇല്ലേ? എന്താ വാദപ്രതിവാദം ചെയ്യാൻ ഒരു മടി? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഈ മൗലിദുകൾ ഇതിൽ ശിർക്കില്ല എന്നതിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അതൊന്ന് പരസ്യമായി പറയാൻ നിങ്ങൾ താല്പര്യമാക്കാൻ കാണിക്കണം. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയുന്നു, ഐക്യവേദിക്കാരിത് ചിന്തിക്കണം. ഒന്നാം ഘട്ടം ഈ 3 മൗലിദുകൾ, ഒന്നാം ഘട്ടം ഈ 3 മൗലിദ്, രണ്ടാം ഘട്ടം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 മൗലിദ്, പിന്നെ 3 മൗലിദ് നടക്കട്ടെ. സംവാദത്തിന്റെ ശൃംഖല തന്നെ നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങള് സംസാരിച്ച് തന്നെ വീണ്ടും 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 സംസാരിച്ച് സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് നീങ്ങാണ്. ഇപ്പോ ഏതായിരുന്നാലും ഞങ്ങൾ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മളെ നാടുകളിലൊക്കെ നടക്കുന്ന മൗലൂദുകളെല്ലാം വിദഅത്താണ് എന്ന ഞങ്ങളുടെ വാദം. ഏതായിരുന്നാലും നാട്ടിലുള്ള മനുഷ്യന്മാരെ കൊണ്ട്, ആളുകളെ കൊണ്ട് പുണ്യം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കളവ് പറഞ്ഞ് പറ്റിച്ച് അവരെ കൊണ്ട് മൗലൂദ് ഓദിക്കുന്ന പല മൗലൂദുകളും അബദ്ധമാണ്, അവർ അംഗീകരിക്കുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞത് ഏതായാലും നന്ദിയുണ്ട്. ഇതേതായാലും ജനങ്ങൾ മനസ്സിലായി. പിന്നെ ചില മൗലിദുകളൊക്കെ അബദ്ധമാണ് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വല്ലപ്പോഴിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞല്ല. KK സക്കരിയ സ്വലാഹി ഒന്ന് പറയിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ മൗലൂദ് മുഴുവൻ അത് ശരിയാണെന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ട് നാട് നീളെ അവർ ഈ വിദേഹത്ത് ചെയ്യിക്കുന്നവരാണ്. അതുകൊണ്ട് 3 മൗലൂദ് പോലും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ മൗലൂദ്, അത് കഴിഞ്ഞാൽ വേറെ മൗലൂദ്, അത് കഴിഞ്ഞാൽ വേറെ മൗലൂദ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മൗലൂദ് പാരായണം, മൗലൂദ് ആഘോഷം എന്ന് പറയുന്നത് അതൊരു പൊതുവായ വിഷയമാണ്. ആ വിഷയത്തിന്റെ ഇസ്ലാമികമായ മാനം എന്ത്, ഇസ്ലാമികമായ വിധി എന്താണ്? ജന്മദിനത്തോടനുബന്ധിച്ചോ അല്ലാതെയോ മഹാന്മാരുടെ പേരിലോ അല്ലാതെയോ ഈ മൗലൂദുകൾ ഉണ്ടാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്, അത് ഞങ്ങൾ പറയുന്നു, തീർത്തും പറയുന്നു, ബിദ്അത്താണ്, ബിദ്അത്താണ്, ബിദ്അത്താണ്. യാതൊരു സംശയവുമില്ല. അവർ പറഞ്ഞ 3 മൗലൂദ്, മങ്കൂസ് മൗലൂദ് ആവട്ടെ, ശറഫുൽ അനാം മൗലൂദ് ആവട്ടെ, ബർസാഖി മൗലൂദ് ആവട്ടെ, ബർസഞ്ചി ആവട്ടെ, ഏത് മൗലൂദാണെങ്കിലും അത് എല്ലാം ബിദ്അത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ പല മൗലൂദുകളിലും ശിർക്കും കൂടിയുണ്ട്. അത് തെളിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മൗലൂദിന്റെ കിതാബ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ട് 150-ലോ 60-ലോ എടുത്തിൽ അതിൽ എത്ര എണ്ണം അവർ അംഗീകരിക്കാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ സംഗതി വളരെ എളുപ്പമായി. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളയമില്ലാത്ത ചാട്ടത്തിന് ഒരിക്കലും സംവാദം എന്ന് പറയുകയില്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ, മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് 2 വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാഹുൽ ഹമീദ് മൗലിദ്, 7 ശറഫുൽ അനാം മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മുഹ്യിദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത്, ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശറഫുൽ അനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്,
അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്ന് ഷറഫല്ലന മൗലിദ്, എഴുതിക്കൊള്ളി. മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. പരിശോധിച്ച ശേഷമേ പറ്റൂ. ഓക്കെ, ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിൽ മറുപടിയാണ് അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനങ്ങാടി. ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ലല്ല, സുന്നികളുടെ നിങ്ങൾ ഇടപെടരുത്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിൽ എന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ? അതായത് കീറിക്കളയാൻ പാടില്ല. ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ. ഇത് എന്റെ വളരെ വ്യക്തിപരമായ കാര്യം. അതെ, മുസ്ലിം ഐക്യവേദിയോടോ അല്ല, അതിന് മറുപടി 2 കൂട്ടത്തിലൊരു ഉത്തരം തന്നെ. ഞങ്ങൾ പറയുന്നു വല്യമ്മ വായിച്ച സാധനം അതെ തെറ്റാണോ ശരിയാണോ? ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു. വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലിദ് ഓതുന്നവരാണെന്നോ. അത് ശുർക്കും കുഫ്റുമാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കി
ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദപ്രതിവാദം ചെയ്യേണ്ടതില്ല, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ ഈ അംഗീകരിക്കുന്ന എണ്ണിപ്പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. വാദപ്രതിവാദം ചെയ്യാം. ഇവിടെ 155 വക മൗലിദില് 12 നമ്മുടെ സുഹൃത്തുക്കൾ അന്വേഷിച്ച്. അതിനെക്കുറിച്ച് തന്നെ ഒരു നിജസ്ഥിതി പറയാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ലക്ഷക്കണക്കിൽ വരുന്ന മൗലിദുകളുണ്ട്. ഇതൊക്കെ പാരായണം ചെയ്യേണ്ടതാണ്, പുണ്യകരമാണ്. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് പണ്ഡിതന്മാരായ ഒരുപാട് ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അലവി സഖാഫി ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്? ഞങ്ങൾ സുന്നികൾ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി കൊടുത്തത് വെറും 7 മാത്രമാണെന്നാണ്. വെറും 7 മാത്രമാണെന്നാണ്. ഈ ലക്ഷക്കണക്കിന് വരുന്ന മൗലിദുകളെ കുറിച്ചോ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ചോ കൃത്യമായി പറയുവാനോ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനോ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രൂപത്തിൽ ഒരു മൗലിദ് കിതാബുമായി ഇപ്പോൾ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുഴുവൻ വീടുകളിലും ഇതുപോലുള്ള 155 അതേപോലെ തന്നെ 66 അതിലുമേറെയും 2000, 2054 ഒക്കെ വക ഏടുകളുള്ള മൗലിദ് കിതാബുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു തീർപ്പ് പറയാൻ ഇക്കാലം എത്രയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ പോഷക ഘടകങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? 90 വയസ്സുള്ള വല്ലിമ്മ ഇത്രയും കാലം അത് പാരായണം ചെയ്തു. ആ വല്ലിമ്മ പാരായണം ചെയ്ത ആ മൗലിദ് കിതാബിൽ അപകടകരമായ സംഗതികൾ ഉണ്ടെങ്കിൽ വല്ലിമ്മ തൗബ ചെയ്ത് മടങ്ങേണ്ടതില്ലേ? ഈ കാലയളവിനുള്ളിൽ തൗബ ചെയ്യാതെ ആ വല്ലിമ്മ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വല്ലിമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ മതപരമായി അന്വേഷിക്കേണ്ട സംഗതിയല്ലേ? ഇത്രയും കാലം ഈ സമൂഹത്തെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഏതാണ് കൃത്യമായി പാരായണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ ഏറ്റവും അവസാനം ഒരു 7 പൊക്കി പിടിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് പോലും തീർത്തു പറയാൻ സാധിക്കാതെ അവ്യക്തമായ ഭാഷയിലാണ് ഇപ്പോഴും മറുപക്ഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വല്ലപ്പുഴയിലുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരുപാട് കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വളരെ വ്യക്തമായ ചില സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ആ സംശയം എന്താണ്? മൗലിദ് പാരായണം അത് പുണ്യകരമായ ഒരു പ്രവർത്തനമാണ്. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പുണ്യം കിട്ടും. ഈ 7 അല്ലെങ്കിൽ ലക്ഷക്കണക്കായ സംഗതികളോ അല്ല. അത് ഏതൊക്കെയാണ് എന്ന് ഇതുവരെ കൃത്യമായി വിവരിച്ചു കൊടുക്കുവാൻ കേരളത്തിൽ ഇവിടുത്തെ പാരമ്പര്യം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ സുന്നികളുണ്ട് എന്ന് ഇവിടെ പാരമ്പര്യം പറയാറുണ്ട്. ആ പാരമ്പര്യം പറയുന്ന സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യവും കണിശവുമായി ഇന്ന മൗലിദ് പാരായണം ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് ഈ ഒരു 155-ലെ 12 കുറിച്ച് പോലും കൃത്യമായ ഒരു ധാരണ പറയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഏതൊരു പുണ്യകർമ്മത്തിലേക്കാണ് സഹോദരങ്ങളെ നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ ഈ ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ചർച്ച തുടങ്ങിയപ്പോൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലിദ് പാരായണം അതിന്റെ മതപരമായ വിധിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. ആ മൗലിദ് പാരായണവും അതിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈ ഐക്യവേദിയുടെ ആളുകൾ അവരുടെ ഒരു നിർദ്ദേശമായി ഇരുവിഭാഗത്തിന്റെയും മുന്നിൽ വെച്ചു. കേരള നേതൃത്വത്തിൽ മുജാഹിദിനെ പ്രതികരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി തന്നെ ഇത് നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പറയുന്ന എല്ലാം അംഗീകരിച്ചു. മാലിമ നമസ്കാരാനന്തരം ബഹുമാനായ നിങ്ങളുടെ ഭാരവാഹി പറഞ്ഞത് എന്താ? ഞങ്ങൾ യെസ് ഓർ നോ പറയും. യെസ് ഓർ നോ എന്നുള്ള ഒരു ഉത്തരം നിങ്ങൾ പറയണം എന്ന് പറയുകയും നിങ്ങൾ ഒരു വാദം വായിക്കുകയും ചെയ്തു. മറുപക്ഷം അതിനെ തിരുത്താൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഓതുന്ന മൗലിദ് കിതാബ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ എടുത്തു ചോദിച്ചപ്പോൾ പോലും കൃത്യമായി മറുപടി പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണുള്ളതെങ്കിൽ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ച് ഇവിടെ കൂടിയിട്ടുള്ള എന്ന് മാത്രമല്ല മുഴുവൻ മുസ്ലിമീങ്ങൾക്കും കൃത്യമായി അത് ബോധ്യപ്പെടുന്നതാണ് എന്നാണ് മറുപക്ഷത്തെ നമുക്ക് പിന്നെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഒരു കാര്യം ഹലോ ഇരു വിഭാഗവും
ഇരുവിഭാഗം ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ തമ്മിലുള്ളൊരു അടിമക്കെത്തുന്ന വിഷയമാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഞങ്ങൾ വായിച്ച 12ഓളം വിഷയങ്ങൾ ഞങ്ങൾക്ക് അതിൽ പൂർണ്ണമായും വാദം പറയാൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് സുന്നി വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു. അതിന് ഉദാഹരണമായി ഉസ്താദ് ഒരു തെളിവും ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ മുജാഹിദ് വിഭാഗം പറഞ്ഞു അവർ ആയിരക്കണക്കിന് മൗലിദുകളുണ്ട്, അതിൽ 12 ഇവിടെ വായിച്ച് അതിന് തെളിവ് തരാൻ പറ്റുന്നില്ല എന്ന് ഇവരും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വാക്കേറ്റമല്ലാതെ ഇതിന്റെ ഒരു അവസാനമായിട്ട് ഇത് സംവാദത്തിലേക്ക് എത്തിക്കേണ്ട ഒരു രൂപത്തിലേക്കും ഞങ്ങൾക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇത് എല്ലാ മുസ്ലിം ശ്രദ്ധിക്കും. ഇപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു. ഏകദേശം 4:30 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് നമ്മൾ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇപ്പം 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന ഏത് ഏടായാലും അവർ പറയുന്നു അതിന് വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ രൂപത്തിൽ എല്ലാ ഏടുകൾക്കും ഉണ്ടെങ്കിൽ പിന്നെ സംവാദത്തിലെ ഒരു പ്രയോജനവും ഒരു പ്രയോജനമല്ല. കാരണം 33 അതിന് വ്യാജനം, 88 അതിനും വ്യാജനം. ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, വ്യക്തിപരമായ കാര്യമാണ്. ഇത് വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട്. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതിന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമല്ലേ? അതറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായി നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ? ഇത് തെറ്റാണെന്ന്. അപ്പൊ ഉസ്താദെ ഇതിന് തെറ്റെന്ന് നമ്മളെ വീട്ടുകാർക്ക്
ഇത് അറിയുന്നില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, ഇതിനൊരു പരിപാടി വെക്കണം, പങ്കെടുപ്പിക്കാനില്ല. ഇല്ലേ ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഒരു മിനിറ്റ് ഉസ്താദേ, ഒരു മിനിറ്റ്. അതിൽ വായിച്ച മൗലൂദുകൾ ഒന്നുകൂടി വായിക്കണം. ഏതൊക്കെ മൗലൂദുകൾ വായിച്ചത്? ഒന്ന് ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. ഒന്ന് ഷറഫലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, ബദർ മൗലിദ്, മുഹ്യിദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്. ഇവിടെ 5 മൗലൂദുകളാണ് സുന്നി വിഭാഗം അംഗീകരിച്ചിട്ടുള്ളത്, സഹിയാക്കി സ്വഹിയായി അംഗീകരിച്ചിട്ടുള്ളത്, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ചോദ്യം, ഐക്യവേദിക്ക് ചോദ്യം മുജാഹിദ് പക്ഷത്തോട്, ഈ 5 മൗലൂദുകളെ ആസ്പദമാക്കി നിങ്ങൾക്ക് സംവാദത്തിന് തയ്യാറാണോ? നിങ്ങൾ ഇവിടെ വിശദീകരണമില്ല ആണോ അല്ലേ? ഇതിന്റെ വിശദീകരണമില്ല. ഈ 5 മൗലൂദുകൾ അടക്കമുള്ള മുഴുവൻ മൗലൂദുകളും വിദ്അത്തുകളാകുന്നു. അതിന് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. ഇനി കൂടുതൽ ചർച്ചയില്ല, 2 കൂട്ടരും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഞങ്ങളിപ്പോ പ്രഖ്യാപിച്ച 5 മൗലിദുകൾ ഞങ്ങൾ റെഡിയാണ്. 5 മൗലിദുകൾ. 5 മൗലിദുകൾ അല്ല, അവിടെ ഒരു കാര്യമുണ്ട്. അതടക്കമുള്ള മൗലിദ് എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് നിബന്ധന വരെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ. അല്ലാത്ത മൗലിദ് ഞങ്ങൾ മറുപടി പറയേണ്ടതില്ലല്ലോ. ഇവിടെ അത് സുന്നി വിഭാഗം പറഞ്ഞ 5 വിഭാഗം മൗലിദ്, ആ വിഷയത്തിൽ മാത്രം ആ മൗലൂദുകൾ 5 മൗലൂദുകൾ ആസ്പദമാക്കി സംവാദം നടത്താൻ തയ്യാറുണ്ടോ? മറ്റു മൗലൂദുകൾ നടത്തേണ്ട, അത് നമ്മുടെ ഇതിൽപ്പെട്ടതല്ല. ഈ 5 മൗലൂദുകൾ മാത്രം, അതിന് സംവാദം തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ കാരണം എന്താ വെച്ചാൽ ഇത് പറയാൻ കാരണം ഇതിങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകൂല. ഇത് എവിടേക്കെങ്കിലും എത്തണം, ഇത് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാണ്. അല്ല, ഓരോ കാര്യത്തിലും പുറകോട്ട് പോവുകയാണ്. അവർ പറഞ്ഞൊക്കെ ഞങ്ങൾ സമ്മതിക്കും, അതിന്റെ പുറകോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ ഉണ്ടായ ചരിത്രം. 4:30 മണി മുതൽ ഈ 7 എത്ര മൗലൂദ് അവർ പറഞ്ഞത്? 5 അല്ലേ? അതിന് പറഞ്ഞത് അവരിടക്കിടക്ക് സഹിയായി കൊണ്ടുവരുന്നത്, സഹി ആക്കാതെ കൊണ്ടുവരുന്നത്. അതടക്കമുള്ള എല്ലാ മൗലൂദുകളും വിദഗ്ധാണ് എന്ന് ഞങ്ങൾ വാദം. ഒരു സംഗതി ഇപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള കുറെ ആൾക്കാർ നാട്ടിലുണ്ട്. ഈ ജാതി ഏടുകൾ ആ പുസ്തകം കണ്ടാൽ എത്ര പഴക്കണ്ടെന്നുള്ളത് ഞാൻ പറയട്ടെ. അതിന് മറുപടി മറുപടി പറഞ്ഞു. ഈ 5 മൗലൂദിന് നിങ്ങൾ മറുപടി തയ്യാറുണ്ടോ? ഞങ്ങളിവിടെ ആദ്യം മുതൽ ഇപ്പോൾ വരെ പറഞ്ഞെന്താണ്, ഈ 5 അടക്കം എല്ലാ മൗലിദും ബിദ്അത്താണ്, അനാചാരമാണ്. പല മൗലിദുകളിലും ശിർക്കും അതേപോലെ തന്നെ കുഫറും ഉണ്ട്. വ്യവസ്ഥ എഴുതുമ്പോ ഈ 5 പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില എന്നതിൽ വരാൻ പാടില്ല. മറ്റുള്ള മൗലൂദ് എല്ലാതും എതിർക്കുന്നു പറയാൻ പാടില്ല. ഈ 5 മാത്രമേ സ്വഹീഹുള്ളൂ. അല്ല, അവർ അംഗീകരിക്കുന്ന മൗലൂദ് എന്നാ പറഞ്ഞത്. ഈ 5 മാത്രമേ സ്വഹീഹുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ അല്ലല്ലോ. ഈ 5 ചർച്ച കഴിഞ്ഞാൽ നാളെ വേറെ 5 വരും, മറ്റന്നാളെ വേറെ 5 വരും. ലക്ഷക്കണക്കിന് മൗലൂദുകൾ വരാനുണ്ട്. ഇതൊക്കെ തീരണം. ആ ഒക്കെ തീരാനുള്ള ഏറ്റവും വ്യക്തമായ വാദമാണ് ഞങ്ങളത്. പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഏതെങ്കിലും പ്രയാസങ്ങൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മൗലിദ് പാരായണം നടത്തുക എന്നത് ബിദ്അത്താകുന്നു. അതിൽ പല മൗലിദുകളിലും എന്തുണ്ട്? ശിർക്കുണ്ട് എന്നാണ് നമ്മളുടെ വാദം. അത് കൃത്യമായി നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. നാളെ മറ്റന്നാളും വേറെ 5, പിന്നെ വേറെ 5, പിന്നെ വേറെ 5, ഇങ്ങനെ ലോകാവസാനം വരെ മൗലൂദിന്റെ 5 വീതെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാകാൻ സംഗതമല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണേ. ഒരു വിഷയം പറഞ്ഞോട്ടെ. അപ്പൊ അയാൾ പറഞ്ഞല്ലോ, ഇപ്പോ ഈ പരിപാടി ഒരു സംവാദം നടക്കരുത് എന്ന
ഒരു തീരുമാനത്തിലും ലക്ഷ്യത്തിലുമാണ് മുജാഹിദ് മൗലവിമാരോട് സംസാരിക്കുന്നത്. കാരണം ഇവിടെ കൃത്യമായി ഒരു സംവാദം നടക്കുന്ന സമയത്ത് ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംവാദം നടക്കേണ്ടത് എന്ന് ഇവിടെ ഐക്യവേദിയുടെ പ്രവർത്തകന്മാരെ ചോദിച്ചിട്ട് പോലും അനന്തമായി ഏത് രൂപത്തിലും വരാം എന്ന വിധത്തിൽ മൗലിദികൾ എല്ലാം എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഒരു സംഗതി, ഇവിടെ അവരൊരു 5 വായിച്ചു, നിങ്ങളൊരു 12 വായിച്ചു. നിങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിനവരാണ് റെഡി ആണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. അലി മുസ്ലിയാരോട് പ്രത്യേകം പറയാം. തകരാറുകൾ ഇല്ലാത്ത സഹയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണിത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള ഒരു 5 ഇവിടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങളുടെ കാലത്ത് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ഇന്ന് സമയം ഇപ്പോൾ 4:30 മണിക്ക് തുടങ്ങിയത് 12:30 മണി പിന്നിട്ടു. അതുകൊണ്ട് ഇവിടെ ഐക്യവേദി ചോദിച്ച 5 മൗലിദ്, ആ 5 മൗലിദുകളെ കുറിച്ച് തന്നെ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും വരണമെന്നാണ് മുജാഹിദ് വിഭാഗത്തോട് വളരെ വിനീതമായി ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോ ഐക്യവേദി ചോദിച്ച 5 എന്നാ പറഞ്ഞത്. അതിന് മുമ്പ് ഐക്യവേദി 12 ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പാടില്ല. ഒരു കാര്യം ഈ കാണുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുക, ഇത്രയും കാലം ഈ നാട്ടിലുള്ള ആളുകൾ അതുപോലുള്ള സബീരയുടെ ഏടുകള്, ആചാര്യ വക മൗലിദ് കിതാബുകള് പുണ്യമാണെന്ന് കരുതിയാ ചൊല്ലിയതും ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ ചൊല്ലിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളെ, ഈ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നല്ലൊരു വേളയാണിത്. അഥവാ നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങളുടെ വീടുകളിലെ സബീരയുടെ കിതാബുകൾ, ആ കിതാബുകളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, അതുപോലെ ശിർക്കിന്റെ വരികളുണ്ട്, അതുപോലെ തന്നെ വിദഗ്ധാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യമാകണമെന്നായിരുന്നു ഈ വല്ലപ്പുഴയിലെ ഐക്യവേദിയുടെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ബോധ്യമായിരിക്കുകയാണ്. സംഘടിപ്പിച്ച ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് ഈ നിലക്ക് ഈ സ്വന്തം വീട്ടിലെ കിതാബ് കൊണ്ടുവന്നിട്ട് ഇതിലെ ഈ മാലകൾക്ക് മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാത്രമല്ല, 12 വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതേ നിങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറായിരുന്നെങ്കിൽ വിശ്വസിക്കാമായി നമുക്ക് അവിടെ മക്കൾ ആദർശമുണ്ട് എന്ന്. ആദർശമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യമായ ഗംഭീര രംഗമാണിത് എന്ന് കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഈ നിലക്ക് പ്രചരിച്ചിട്ടുള്ള സബീര പോലുള്ള കിതാബുകളിൽ അതില് അന്ധവിശ്വാസങ്ങളുണ്ടോ, തെറ്റുണ്ടോ, കള്ളക്കഥകളുണ്ടോ, ശിർക്കുണ്ടോ, ബിദ്അത്തുണ്ടോ, ഈ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അതെ, അതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്ന ഒരൊറ്റ മുസ്ലിയാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? ബഹുമാന്യ സംഘാടകരെ, സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക്, നിങ്ങൾ കൊണ്ടുവന്ന ആ സബീല കിതാബിൽ പോലും ചർച്ചയ്ക്ക് അവർ തയ്യാറായിട്ടില്ല എങ്കിൽ അതെ, അവരുടെ മക്കൾ ആദർശമില്ല, ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല എന്ന് ബോധ്യമായില്ലേ സംഘാടകരെ നിങ്ങൾക്ക് പോലും എന്നാണ് ഈ സന്ദർഭത്തിൽ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വാദം